കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ചെണ്ണ മതി. ഈ എണ്ണയിലേക്ക് കുറച്ച് ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് അത് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് സവാള ഇടാം. ഇതിപ്പോൾ ഒരു സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മിക്സിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഈ സമയത്ത് വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് സവാള മൂപ്പിക്കാൻ വെക്കാം. വളരെ സ്പ്രേ ചെയ്താൽ മതി എണ്ണ കേട്ടോ, കുറച്ച് മതി. നമ്മൾ സിമ്മിട്ടിട്ട് ഇതാവുന്ന അത്രയും നേരം നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളി ഇടാം. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇടാം. ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ഒരു അര സ്പൂൺ ചിക്കൻ മസാല കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കഴുകി വൃത്തിയായി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് വഴറ്റാം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. നമുക്ക് അരി ഇടുമ്പോഴും കുറച്ചുകൂടി ഇടണം. ഇപ്പം ജസ്റ്റ് കുറച്ചിട്ട് കുക്കർ ഒന്ന് അടയ്ക്കണം. ഫുൾ ഫ്ലെയിം ആക്കണം. ഒന്നും ഒഴിച്ചിട്ടില്ല. കുക്കർ ഞാൻ അടച്ചു വെച്ചു, വിസിലിട്ടു. ഇനി നമ്മൾ ഫുൾ ഫ്ലെയിം ആക്കണം. ഇനി ഒരു വിസിലാവുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഒരു വിസിൽ വന്ന് കുക്കർ തുറന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1.5 ഗ്ലാസ് കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം. മുമ്പേ പറഞ്ഞു 1.5 ഗ്ലാസ് അരി എന്നാന്ന് തോന്നുന്നു. സോറി, 1 ഗ്ലാസ് അരി. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിം ആക്കണം. ഇനി ആവി വരുമ്പോൾ നമ്മൾ വിസിലിടണം. അപ്പോൾ ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആവി വന്നു, ഞാൻ വിസിലിട്ടു. എന്നിട്ട് തീ സിമ്മിലാക്കി ഇനി ഒരു 12 മിനിറ്റ് നമുക്ക് ടൈമർ വെക്കാം. കുക്കർ തുറന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണി റെഡി.